സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കാലിക്കടവിൽ അരങ്ങേറിയ ദുര്യോധനവധം കഥകളി വേറിട്ട അനുഭവമായി. കലാമണ്ഡലം സ്വരചന്തും സംഘവുമാണ് കഥകളി അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മഹാഭാരതം കഥയെ ആസ്പദമാക്കിയുള്ള ദുര്യോധനവധം കഥകളിയാണ് കലാമണ്ഡലം സ്വരചന്തും സംഘവും അവതരിപ്പിച്ചത്. കൗരവസരത്തിൽ വെച്ചുള്ള ചൂതുകളി, പാഞ്ചാലി വസ്ത്രാക്ഷേപം, ദൂത്, ദുശാസനവധം എന്നീ രംഗങ്ങളാണ് അരങ്ങേറിയത്. ദുര്യോധനൻ ചൂതുകളിക്കാനായി പാണ്ഡവരെ ക്ഷണിച്ചു വരുത്തുന്നു. ശകുനിയുമായി ചൂതുകളിക്കുന്ന ധർമ്മപുത്രന് രാജ്യധനാധിസർവവും നഷ്ടപ്പെടുന്നു. മാത്രമല്ല, താനും അനുജന്മാരും പത്നിയും ദുര്യോധനന്റെ അടിമകളായി തീരുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ദുര്യോധനന്റെ പ്രേരണയാൽ ദുശാസനൻ അന്തപുരത്തിൽ ചെന്ന് രജസ്വലിയായിരിക്കുന്ന പാഞ്ചാലിയെ ബലമായി പിടിച്ചുവലിച്ച് കൗരവസഭയിലേക്ക് കൊണ്ടുവരികയും അവളെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ പാഞ്ചാലിയുടെ മാനം സംരക്ഷിക്കപ്പെടുന്നു. രൗദ്രഭീമനാൽ ദുശാസനനും ദുര്യോധനനും വധിക്കപ്പെടുന്നതുൾപ്പെടെയുള്ള കഥാസന്ദർഭങ്ങളാണ് 3.5 മണിക്കൂർ കഥകളിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഭീമനായി വേഷമിട്ട ഉദിനൂർ സ്വദേശി സ്വരചന്ദ് വേദിയിൽ നിറഞ്ഞാടി. ധർമ്മപുത്രരായി കലാമണ്ഡലം അക്ഷയയും പാഞ്ചാലിയായി മീരയും വേഷമിട്ടു. ദുര്യോധനനായി കലാമണ്ഡലം അജീഷ്, ദുശാസനനായി കലാമണ്ഡലം സായി കാർത്തിക്, ശകുനിയായി കലാമണ്ഡലം സായന്ത്, ശ്രീകൃഷ്ണനായി കലാമണ്ഡലം ഗിരീഷ് എന്നിവരും വേഷമിട്ടു. കലാമണ്ഡലം സാരംഗ് പാട്ടുപാടി കഥകളിക്ക് കഥാപശ്ചാത്തലം ഒരുക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.